ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇവിടെ ലെജിസ്ലേഷനിൽ നിങ്ങൾ ഭാഗഭാക്കാകാതെ പേപ്പറുകൾ കീറിയെറിഞ്ഞ് അവിടെ ആകപ്പാടെ മോശം അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നുള്ളതാണ് BJPയുടെ ആരോപണം. വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ, എവിഡൻസ് ആക്ട്, IPC, CRPC ഒക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ബില്ലുകൾ അത് സഭാസമിതിക്ക് വിട്ട് അതിൻ്റെ അമെൻഡഡ് വേർഷൻ സഭയിൽ ഉള്ള സമയത്താണ് MP-മാർ പുറത്തു നിൽക്കുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ നിയമത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇത്തരത്തിലുള്ള സുപ്രധാനമായ നിയമനിർമ്മാണങ്ങളിൽ പാർലമെന്റിനകത്ത് നിങ്ങളുടെ അവസരം ഈ പറഞ്ഞ ഈ ഡിസ്റപ്ഷൻ നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്തത്? അഭിലാഷേ, ഈ BJP വക്താവിൻ്റെ പ്രതിപാദനം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇന്ത്യ എന്നുള്ള ഒരു സ്വതന്ത്ര ജനാധിപത്യ പാർലമെൻ്ററി ഭരണരീതിയുള്ള ഒരു രാജ്യം ഉണ്ടായത് 2014 അതിനു മുമ്പ് ഇന്ത്യ എന്നുള്ള രാജ്യം ഉണ്ടായിരുന്നില്ല. UPA സർക്കാരിൻ്റെ 10 വർഷ കാലയളവിൽ BJP എന്താണ് പാർലമെൻറ്റിൽ കാട്ടിക്കൂട്ടിയത്? എത്ര പാർലമെൻറ്റ് സമ്മേളനങ്ങൾ സ്തംഭിപ്പിച്ചിട്ടുണ്ട്? എത്ര ബില്ലുകൾ കീറിയെറിഞ്ഞിട്ടുണ്ട്? എത്ര കടലാസ് കഷ്ണങ്ങളും പ്ലക്കാർഡുകളും അവിടെ ഉയർത്തിയിട്ടുണ്ട്? ഇപ്പോൾ ഈ BJP വക്താവ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർ വളരെ വിശുദ്ധര്, സംശുദ്ധര്, പാർലമെൻറ്റിനെ ഒരു ക്ഷേത്രമായിട്ടും ശ്രീകോവിലായി കണ്ടിട്ടാണ് പെരുമാറുന്നത്. സഹോദരി, 2014 മുമ്പ് ഒരു പാർലമെൻറ്റ് ഉണ്ടായിരുന്നു, ഒരു ജനാധിപത്യ രാജ്യം ഉണ്ടായിരുന്നു. നിങ്ങളുടെ നേതാക്കന്മാർ എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടിയത്? എത്ര പാർലമെൻറ്റ് സമ്മേളനം ഒഴുകിപ്പോയി? എത്ര പേരെ സസ്പെൻഡ് ചെയ്തു? ഞാൻ പറഞ്ഞുതരാം. അതായത് 10 വർഷത്തെ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ കേവലം 53 പേരാണ്. നിങ്ങളുടെ കാലത്ത് എത്ര പേര് സസ്പെൻഡ് ചെയ്യപ്പെട്ടു? 300ഓളം MP-മാരെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തു. അതായത് 1ാം മോഡി സർക്കാരിൻ്റെ കാലത്ത് 104 MP-മാരെ സസ്പെൻഡ് ചെയ്തു. 2ാം മോഡി സർക്കാരിൻ്റെ കാലത്ത് 192 MP-മാരെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തു. ഇതുപോലുള്ള ഒരു കൂട്ട സസ്പെൻഷൻ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? 2, ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം എന്താണ്? ഇപ്പോൾ സഹോദരി വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു. ഞങ്ങൾക്കൊരു ടെലിവിഷൻ സ്റ്റുഡിയോയിൽ പോയിട്ട് സംസാരിക്കുന്നതാണ് നല്ലത്. ഒന്നിലോ താങ്കളോട് ഇത് പറയാൻ വേണ്ടി ആരെങ്കിലും പറഞ്ഞേൽപ്പിച്ചതാണോ, അതെയോ താങ്കൾ ഒരു ഫൗള് പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. അതായത് നിങ്ങൾ പാർലമെൻറ്റിൽ അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങൾ കേവലം പ്രതിപക്ഷ അംഗങ്ങളെ മാത്രമല്ല അഭിസംബോധന ചെയ്യുന്നത്, ഭരണപക്ഷി അംഗങ്ങളെ കൂടിയാണ്. ഇനി പാർലമെൻറ്റിലെ അംഗങ്ങളെ മാത്രമല്ല നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്, ഈ രാജ്യത്തെയും ഈ ലോകത്തെയാണ്. തത്സമയ സംപ്രേഷണമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിക്ക് പ്രതിപക്ഷ അംഗങ്ങളെ നോക്കാതെ ഭരണപക്ഷ അംഗങ്ങളെ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അവിടെ പിടിപ്പിച്ചിരിക്കുന്ന ക്യാമറയെ നോക്കിക്കൊണ്ടോ വേണമെങ്കിൽ അഭിസംബോധന ചെയ്യാലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്നതിൽ എന്ത് മൗഢ്യതയാണുള്ളൂ എന്നുള്ള കാര്യം സഹോദരി ഒന്ന് ആലോചിച്ച് നോക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു സാഹചര്യം ഒന്ന് വിഷ്വലൈസ് നോക്കുക. അഭിലാഷ്, ഈ പ്രതാപ് സിംഹ എന്ന് പറയുന്ന ഒരു തീവ്ര ഹിന്ദുത്വവാദിയായ MP, അതിലേക്ക് ഞാൻ പോകുന്നില്ല, അദ്ദേഹം കൊടുത്ത പാസിൽ വന്നവരാണ് ഈ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടാക്കിയത്. ഇനി ആ പാസ് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ MP ആണ് കൊടുത്തിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു ഈ BJP വക്താവും ഈ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രാജ്യത്തോട് പറയുന്നത്? ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും സുരക്ഷയും വെല്ലുവിളിച്ചുകൊണ്ട്, അതായത് പ്രതിപക്ഷം തീവ്രവാദികളെ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നു. ആ ഒരു പ്രതിപക്ഷ MP-ക്കെതിരെ UAPA ചുമത്തി തീഹാർ ജയിലിലിടില്ലായിരുന്നോ? എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നില്ല? ഇനി വേറൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമുണ്ട്, വളരെ രസകരമാണ്. അതായത് ഈ BJPക്ക് വേണ്ടി 5ാം പത്തി പരിപാടി ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരനുണ്ട്, ഒവൈസി. അതായത് പ്രതിപക്ഷത്തെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും പോയിട്ട് ആൾക്കാരെ നിർത്തി മത്സരിപ്പിക്കും. ഈ ഒവൈസി എന്ന് പറയുന്ന ആളുടെ വാഹന വ്യൂഹത്തിനെതിരെ എവിടെയോ ഒരു ആക്രമണം നടന്നു എന്നുള്ള പേരിൽ ഞാൻ നോക്കുമ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആഭ്യന്തരമന്ത്രി എരച്ച് സഭയിലേക്ക് വരുന്നു. എന്നിട്ട് സ്വമേധയാ ഒരു പ്രസ്താവന നടത്തുന്നു. നിങ്ങൾ രേഖകൾ പരിശോധിച്ചെന്നറിയാം. ഒവൈസിയുടെ ഈ പറയുന്ന വാഹന വ്യൂഹത്തെ ആരോ കല്ലെറിഞ്ഞെന്നോ ആക്രമിച്ചെന്നോ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആകെ ബേജാറായി പാർലമെന്റ് ഇരുസഭകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസ്താവന പുറപ്പെടുവിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിന് വിധേയമാകുന്നു. 2 പേര് BJP MP-യുടെ പാസ് ഉപയോഗിച്ച് ഉള്ളിൽ കയറി ഈ പറയുന്ന പുക സ്പ്രേ ചെയ്യുന്നു. ആ പുകയ്ക്ക് വേറെ ആസിഡാണ്, വിഷബാധമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ദുരന്തം? അത് മാത്രമല്ല അഭിലാഷേ,
ഞാൻ ഒരു 1/2 ഡസൻ ചോദ്യങ്ങളെങ്കിലും ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ പാർലമെന്റിന്റെ സുരക്ഷാ സന്നാഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുടക്കിയ തുക എത്രയാണ്? അതൊക്കെ ഗംഭീരമാണ്, കുറ്റമറ്റതാണ് എന്നാണ് മറുപടി കിട്ടിയത്. അങ്ങനെ മറുപടി കിട്ടുക മാത്രമല്ല, അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾക്ക് നൽകുകയും ചെയ്തില്ല. അതിനേക്കാൾ രസകരമായ ഒരു കാര്യം, ഇപ്പൊ സീതാറാം യെച്ചൂരിയും പിന്നെ ഡി രാജയും അതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ ഇവിടെ പാർലമെന്റിൽ അംഗങ്ങളായിരുന്നു. അവർ വലിയ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരാണ്. എക്സ് എം പിമാരെ പോലും ഇവരെ പ്രവേശിപ്പിക്കുന്നില്ല പുതിയ പാർലമെന്റിലേക്ക്. എന്തിനു വേണ്ടി? സുരക്ഷാ കാരണങ്ങളാൽ. അപ്പോഴാണ് ഒരു BJP MP നൽകിയ പാസിൽ വന്ന ആൾക്കാര് പാർലമെന്റിൽ ഈ ആക്രമണം നടത്തുന്നത്. ഇനി വേറൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ ബില്ലുകളൊക്കെ ചുട്ടെടുക്കുമ്പോൾ നിങ്ങൾ രാജ്യത്തോട് പറയണ്ടേ അത് പ്രധാനപ്പെട്ട ചർച്ചകൾ നടത്തിയ ശേഷമാണെന്നുള്ളത്? ഞങ്ങൾ സഹകരിക്കാതിരുന്നുകൊണ്ടാണോ? ഞങ്ങൾ സഹകരിക്കാതിരുന്നാണെങ്കിൽ എന്തുകൊണ്ട് ജമ്മു കാശ്മീർ ബില്ലും മറ്റ് ബില്ലുകളും പാർലമെന്റ് പാസ്സാക്കി? സെൻട്രൽ യൂണിവേഴ്സിറ്റി ബില്ലൊക്കെ പാസ്സാക്കിയത് എങ്ങനെയാണ്? ഞങ്ങൾ സഹകരിച്ചിട്ട് തന്നെയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ബില്ല് പാസ്സാക്കലാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്തണ്ടല്ലേ? മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ നിയമവിദഗ്ധരും അതുപോലെ തന്നെ പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്. സഭാ നടപടികൾ നടത്തേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്തം ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ്. വെങ്കയ്യ നായിഡു ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി റെസ്റ്റ് വിത്ത് ദ ഗവൺമെന്റ്. പ്രതിപക്ഷത്തെക്കാൾ ഉത്തരവാദിത്തം ഉള്ളത് ഗവൺമെന്റിനാണ് പാർലമെന്റ് നടപടികൾ സുഗമമായി നടത്തുക എന്നുള്ളതിൽ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണ്? ഒരു ന്യായമായ ഒരു ചെറിയ ആവശ്യം. ഇനി ആഭ്യന്തരമന്ത്രി യഥാർത്ഥത്തിൽ കീഴ്വഴക്കപ്രകാരം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആഭ്യന്തരമന്ത്രി ലോകസഭയിൽ നടത്തുന്ന പ്രസ്താവനയ്ക്ക് മുകളിൽ പിന്നീട് ചർച്ചയില്ല, ചോദ്യങ്ങളില്ല. അദ്ദേഹത്തിന് ഏകപക്ഷീയമായി എൻ്റെ BJP വക്താവിനോട് ഞാൻ പറയുകയാണ്, അദ്ദേഹം ചോദ്യശരങ്ങൾ കിട്ടുന്നത് കൊണ്ട് വേണമെങ്കിൽ ഒഴിവാക്കിയതാണ്. വേണ്ട, നിങ്ങൾ സ്വമേധയാ ഒരു പ്രസ്താവന നടത്തി ചോദ്യങ്ങൾ ഒഴിവാക്കാം. അതാണ് ലോകസഭയിലെ രീതി. ഇനി രാജ്യസഭയിലെ രീതി എന്താണ്? സാധാരണ പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ അംഗങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ പല അവസരങ്ങളിലും അങ്ങനെയുള്ള ചോദ്യങ്ങൾ വേണ്ടതില്ല എന്ന് പ്രിസൈഡിംഗ് ഓഫീസർ ചെയർമാൻ തീരുമാനിക്കുകയും പ്രതിപക്ഷം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനത്തെ യാതൊരു വാശിയില്ല. നിങ്ങൾ ഏകപക്ഷീയമായി ഏകമാനമായ ഒരു പ്രസ്താവന നടത്തിയാൽ മാത്രം മതി. ചർച്ച വേണ്ട, ചോദ്യങ്ങൾ വേണ്ട. രാജ്യത്തെ വിശ്വാസത്തിലെടുക്കൂ, പാർലമെന്റിനെ വിശ്വാസത്തിലെടുക്കുന്നു. ഞങ്ങളെ മാത്രം വിശ്വാസത്തിലെടുത്താൽ പോരാ, നിങ്ങൾ രാജ്യത്തെയാണ് വിശ്വാസത്തിലെടുക്കേണ്ടത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി അല്ലെങ്കിൽ വേദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പാർലമെന്റാണ്. ഇന്ത്യയുടെ പാർലമെന്റിനേക്കാൾ കൂടുതൽ മഹത്വം നിങ്ങൾ ടെലിവിഷൻ സ്റ്റുഡിയോയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്ന് ഒരു BJP വക്താവ് ഇവിടെ പരസ്യമായി പറയുമ്പോൾ അതിന്റെ അത്രയും മൗഢ്യതയ വേറെ ഏതെങ്കിലും വാചകങ്ങൾക്കുണ്ടോ? അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത്. അതായത് ഈ പറഞ്ഞ ഏറാം മൂടികളായിട്ടുള്ള സ്റ്റുഡിയോകളിൽ, അതായത് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ പോയി ഞങ്ങൾ പറയും ഇന്ത്യൻ പാർലമെന്റിനെ ഞങ്ങൾ അഭിമുഖീകരിക്കില്ല എന്ന് പറയുന്നതിന്റെ അത്രയും ജനാധിപത്യ വിരുദ്ധത ഏതെങ്കിലും വാക്കുകൾ കൊണ്ടോ? ശരി.